എനിക്ക് മരിക്കാനൊരു പേടിയുള്ള ആളല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സെക്കൻഡിൽ ഞാൻ മരണപ്പെട്ടാൽ അത്രയും സന്തോഷം. ദോഷത്തിനെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ അഗ്നീനെ കൊണ്ടേ പറ്റൂ. ഞാൻ ഫുള്ളി എപ്പോഴും പോസിറ്റീവാണ്. കാരണം ഞാൻ എപ്പോഴും സന്തോഷമാണ്. എൻ്റെ ആ വിളക്കിൻ്റെ മുന്നേ പോയിരുന്നു എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. എൻ്റെ സങ്കടങ്ങൾ മാറും. ഇത് ഏത് തരത്തിലുള്ള മൂർത്തികളാണ് ഉപാസിക്കുന്നത്? ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശാന്തഭാവത്തിലിരിക്കുന്നവനെ അതുകൊണ്ടാണ് എന്തായാലും ആൾ പോകും. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റമാണ്. എനിക്ക് മറ്റുള്ളവർ പറയുന്ന നൊയമ്പുകളില്ല, അയാളുടെ അടുത്ത് പോയാൽ കാര്യം നടക്കും എന്ന് പറയുന്ന ആളുകളാണ് എൻ്റെ അടുത്ത് വന്നതിൽ 90%. മനസ്സിലായോ? ആ ഒരു അശുദ്ധീനെ അവിടെ അങ്ങനെ ബാധിക്കുന്നതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. മെൻസസിന്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ജപിക്കാനിരുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ വേദനകളുടെ അവസ്ഥ വെച്ചിട്ട് ഞാൻ മറ്റു പലർക്കും ഈ വേദന പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയാറുണ്ട്, സെയിം ഇതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ സ്ത്രീകളാണ് പറയുന്നത്, പക്ഷെ സഹിക്കാൻ ലേശം പണിയാണോ ഉള്ള കാര്യം പറയുന്നത്. ആ വേദന അനുഭവിക്കാറുള്ളത് കുറച്ച് വിഷയമാണ്. ചേട്ടാ നമസ്കാരം. നമസ്തേ. ചേട്ടനുമായി സംസാരിച്ച സമയത്ത് ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മറ്റുള്ള കർമ്മങ്ങൾ ആളുകൾ ചെയ്യൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ ഒരു ആവാഹനമാണെങ്കിൽ പോലും മറ്റുള്ള ബിംബങ്ങളിൽ ആവാഹിക്കുന്നതിന് പകരം സ്വയം ശരീരത്തിലേക്ക് ആവാഹിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അവർ ചെയ്യാറില്ല. മറ്റെവിടെയെങ്കിലും പോകൂ, അല്ലെങ്കിൽ കർമ്മം അനുഭവിച്ച് തീർക്കൂ എന്നാണ് അവർ പറഞ്ഞു വിടുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ഭയപ്പാട് ഇതുവരെ കർമ്മത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ ആത്മാക്കളല്ല, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി പിന്നീട് നമുക്ക് ദോഷമായിട്ടല്ലേ ഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കർമ്മം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? ഇതിലിപ്പം നമുക്കിപ്പോ ചില ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട്, ചിലർ വയ്യാണ്ട് കിടക്കുന്നുണ്ട്. അവരൊക്കെ ഏത് കർമ്മത്തിന്റെ ഫലമായിട്ട് അനുഭവിക്കുന്ന? നമ്മള് പലരോടും ചോദിക്കുമ്പോൾ പറയുന്നത് പൂർവജന്മ കർമ്മങ്ങൾ അല്ലേ. ഇത് അറിഞ്ഞിട്ടല്ലല്ലോ അവരനുഭവിക്കുന്നത്. അല്ല, ഇന്നിപ്പോ ഞാനിതൊക്കെ ചെയ്തു, നാളെ ഞാനിത് അനുഭവിക്കുമെന്ന് പേടിച്ച് ജീവിച്ചിട്ട് എന്താ ഗുണമുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മരിക്കാനൊരു പേടിയുള്ള ആളല്ല. മരണം എന്ന് പറയുന്ന ആ സത്യം തന്നെ ഉള്ളൂ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും പറയുന്നു, ഈ സെക്കൻഡിൽ ഞാൻ മരണപ്പെട്ടാൽ അത്രയും സന്തോഷം. പക്ഷെ പലരും പറഞ്ഞു വെക്കുന്നത് കുടുംബം തന്നെ, അല്ലെങ്കിൽ കുലം തന്നെ നശിച്ചു പോകുമെന്നല്ലേ. ഈ കുലം ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുലം അവിടെ നിൽക്കും എന്ന് ഉറപ്പുണ്ടോ? നമുക്ക് പിന്നീടൊരു കുലം വേണ്ടേ, അല്ലെങ്കിൽ ഒരു തലമുറ വേണ്ടേ? നാളെ നമ്മുടെ ഇപ്പം ഇന്ന് ഈ സമയം വരെ എനിക്ക് കല്യാണം ആയിട്ടില്ല. ഇനിയിപ്പോ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് എനിക്ക് മക്കള് എന്നുള്ളൊരവസ്ഥ. അവിടെ അതിന് വേണ്ട സജ്ജീകരണങ്ങളോടൊക്കെ തന്നെയാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. അപ്പം എന്നെ പോലെയുള്ള ഒരു വ്യക്തിയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡേറ്റ് മെൻസസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ പൂജ ചെയ്യുന്നിടത്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എൻ്റെ പെങ്ങളുണ്ട്, അമ്മ ഉണ്ട്, പെങ്ങൾക്ക് മൂത്തത് പെൺകുട്ടിയാണ്. അപ്പൊ ഇവരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പം ഡേറ്റ് ആയ ഒരു സമയത്ത് അതും ആയിട്ട് പ്രശ്നം നോക്കാൻ ഒരാൾ വരരുത് എന്നേ ഞാൻ പറയാറുള്ളൂ. അവിടെ ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നതിനോടോ അല്ലെങ്കിൽ വീട്ടിൽ പെരുമാറുന്നതിനോടോ അവിടെ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ആ ഒരു അശുദ്ധീനെ അവിടെ അങ്ങനെ ബാധിക്കുന്നതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം എൻ്റെ പെങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളതാണ്. അവള് ഇപ്പം കല്യാണം കഴിയുന്നതിന് മുന്നേ അവിടെ ഉണ്ട്, കല്യാണം കഴിഞ്ഞപ്പോൾ ആള് അവിടെ വരാറുണ്ട്, അവിടെ നിൽക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഈ ഒരു പ്രശ്നത്തിന് അവര് ഭയപ്പെടാന്നല്ലാണ്ട് അവർക്ക് ഇന്ന് വരെ അതിനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നോട് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, അതിനെ നീ കാണണ്ട. പിന്നെ ഈ സമയത്ത് പോയി കണ്ട് വിളക്ക് എത്തിക്കാനോ അവിടെ ദേവിന്റെ മുന്നിലേക്ക് കയറി ചെല്ലാനോ നിൽക്കരുത്. നിങ്ങൾ വീട്ടിൽ നിന്നോ, വീട്ടിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ, കഴിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്നാൽ എന്താണ് പ്രശ്നം? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആ സമയത്ത് നമ്മുടെ നെഗറ്റീവ് ഫോം ആണ് കൂടുതലും ശരീരത്തിൽ ഉണ്ടാവുക. കാരണം കല്യാണം കഴിഞ്ഞാണോ? അല്ല, കല്യാണം കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. കാരണം എന്താ വെച്ചാല് ആ ഒരു സമയത്ത് സ്ത്രീകൾ വല്ലാത്തൊരു രൂപത്തിലാണ് പെരുമാറുക. ഈ ഒരു 3-4 ദിവസം അവർക്ക് വലിയ പെയിന്. കാരണം മെൻസസിന്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. കാരണം അതിന്റെ പെയിന് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് അറിയാൻ പറ്റാത്തൊരു പെയിനാണ്. കാരണം അത് എനിക്ക് അത്ര പറയാൻ പറ്റുന്നത്, ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ജപിക്കാനിരുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ആ അവസ്ഥ അനുഭവിക്കുന്നു. അതെ, കാരണം ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. കാരണം ഇത് അത്ര വലിയ പെയിൻ ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അതിന്റെ അവസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ജപത്തിലിരിക്കുന്നത് എനിക്ക് ഈ വേദന എന്താണെന്ന് അറിയണം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ വേദനകളുടെ അവസ്ഥ വെച്ചിട്ട് ഞാൻ മറ്റു പലർക്കും ഈ വേദന പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയാറുണ്ട്,
സെയിം ഇതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകൽ. ഞാൻ സ്ത്രീകളാ പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് അവർക്ക് അനുഭവം ഉള്ളതെങ്കിൽ ഓക്കെ, പിന്നെ അതിന് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ സഹിക്കാൻ ലേശം പണിയാട്ടോ. ഉള്ള കാര്യം പറയാൻ എന്താ, ആ വേദന അനുഭവിക്കാൻ അറിയുന്നത് കുറച്ച് വിഷയമാണ്. ആ സമയത്ത് അവരല്ലാതായിട്ട് പെരുമാറും. അപ്പം ഫുള്ളി നെഗറ്റീവായിട്ട് അവർ പെരുമാറുള്ളൂ. കാരണം അത്രയും ദേഷ്യം, ഫ്രസ്ട്രേഷനും ഒക്കെ പാടെയാണ്. കാരണം ഒരു സ്ത്രീക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ സമയത്ത് നമുക്കൊരു ഇതുണ്ട്, എനിക്ക് മൂത്രം ഒഴിക്കാൻ വരുന്നുണ്ട്, എനിക്ക് പോകണം. ഇത് അവര് പോലും അറിയാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ലോകം മുഴുവൻ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമയം. തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ കൊടുത്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അവർ കാണിക്കും. ഇപ്പൊ ഇതൊന്ന് നിന്നാ മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഇഷ്ടംപോലെ പെങ്കൊച്ചുങ്ങളുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നവർ തന്നെ ഉണ്ട്. അല്ല, ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഈ നെഗറ്റീവ് എനർജി. അപ്പൊ ആ നെഗറ്റീവ് എനർജി എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നമ്മളെ ആ കർമ്മം കൊണ്ട്? എങ്ങനെ? അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കർമ്മങ്ങൾ സ്വയം ഏറ്റെടുക്കും, അതൊരു നെഗറ്റീവ് എനർജി ആയിരിക്കുമല്ലോ. ഞാൻ നിങ്ങളിൽ നിന്നും ആ ദോഷത്തിനെ ഞാൻ എടുക്കുമ്പോൾ അത് ദോഷമായിട്ടല്ല എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആ ദോഷത്തിനെ ഞാൻ എടുത്തിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അത് നെഗറ്റീവായിട്ട് ഒരിക്കലും ഭവിക്കത്തില്ല. എനിക്ക് വരില്ല. അതെന്തുകൊണ്ട്? ഞാനതിനെ പോസിറ്റീവായിട്ട്, എന്റെ ഓറ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം എന്റെ കർമ്മം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തത്. ഇതും മറ്റുള്ളവർ കേൾക്കുന്നത് അവർക്ക് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോ ഒരു നെഗറ്റീവിനെ എടുത്തു കഴിയുമ്പോൾ അതിനെ എന്താ പറയാ, അഗ്നി രക്ഷ അല്ലെങ്കിൽ അഗ്നി കൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യും. ആ സമയത്ത് ഇതിന്റെ നെഗറ്റീവ് ഫോം ഇല്ലാതെയാവുകയും അതൊരു പ്രകാശമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പ്രകാശത്തോട് അനുവദിക്കുന്ന എന്തെങ്കിലും ആയിട്ടോ എന്നിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഒരാളുടെ കൈ പിടിക്കുന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ അവരുടെ കൈ പിടിച്ചപ്പോ കയ്യിൽ എനർജി അറിയാൻ പറ്റി. മനസ്സിലായി? അവര് എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ എല്ലാവരുടെ മുന്നിലും അത് ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ആ പിടിച്ചപ്പോ തന്നെ ഞാൻ ഒരു ലെവലിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അത് നമ്മളുടെ ആ ഒരു എനർജീനെ അവരേക്ക് കൊടുത്തത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ നെഗറ്റീവിനെ ഞാൻ എടുക്കുന്നത് എന്റെ പോസിറ്റീവിനെ തന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ നെഗറ്റീവിനെ ഞാൻ തിരിച്ചെടുക്കുന്നത്. ഈ നെഗറ്റീവിനെ ഞാൻ എടുക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ മാത്രമാണ് അത് നെഗറ്റീവ്. പിന്നെ ഞാൻ എന്നിലേക്ക് എടുക്കുമ്പോൾ അഗ്നിരക്ഷ ചെയ്തിട്ട് അതിനെ ഞാൻ കറക്റ്റ് ആയിട്ട് അതിനെ നല്ലൊരു അവസ്ഥയിലേക്ക് ആക്കിയിട്ടാണ് എന്റെ കൂടെ നിർത്തുന്നത്. പക്ഷെ അതിനെ നെഗറ്റീവ് വീണ്ടും നെഗറ്റീവ് ആക്കാനും പറ്റും. ഇപ്പൊ ഞാൻ വേറൊരാളായിട്ട് ഞാനൊരു പ്രശ്നമായി, അപ്പൊ ഞാൻ അവർക്ക് എതിരെ എന്തെങ്കിലും ഒന്ന് പ്രയോഗിക്കുകയാണെന്ന് കൂട്ടിക്കോ, എനിക്ക് ഈ മൂർത്തിനെ തന്നെ ഞാൻ അതിലേക്ക് എടുക്കാൻ പറ്റും. ഇതിനെ നെഗറ്റീവ് ആക്കി ഞാൻ അങ്ങോട്ട് വിട്ടാൽ മതി. ഇന്നങ്ങനെ ഒരാൾ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ അടിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ജപത്ത് പറയുന്ന സമയത്ത് ഇവര് തന്നെ പോയി ഇതായിക്കോളും. കാരണം ഞാൻ അവിടെ ചെല്ലുന്ന അതിനെ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ അങ്ങനത്തെയാണ്. കാരണം എന്നോട് തീർക്കുന്ന മാറ്റാന്റെ നെഞ്ചു വളർക്കാൻ എന്നോട് ചോദിക്കണ്ട, ഇറങ്ങിക്കൊള്ളണം മുന്നില് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ചില സ്ഥാനമാനങ്ങൾ കൊടുത്തു തന്നെയാണ് അവരെ എന്നെ കൂടെ നിർത്തുന്നത്. അത് എന്ന് എന്റെ മരണം, അതായത് സത്യമായ കാര്യമായ എന്റെ മരണം എന്ന് സംഭവിക്കുന്നു, അന്ന് അവരെല്ലാം ഞാൻ എവിടേക്ക് ചാർജ് ആവുന്നോ അവിടേക്ക് തന്നെ അവരെല്ലാം ചാർജ് ആവും. എത്രത്തോളം നമുക്ക് ഇതിനെ അഗ്നിയിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? 100% ചെയ്യാൻ പറ്റും. കാരണം അഗ്നിന്റെ മാത്രം പ്രത്യേകതയാണ് അതാണ്. കാരണം ഏതൊരു സിനിമയിൽ അങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്തിനേയും പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയാ, ദോഷത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ അഗ്നിനെ കൊണ്ടേ പറ്റുള്ളൂ. അഗ്നി ഒരിക്കലും സ്വയം നെഗറ്റീവ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലും സത്യം. കാരണം അതിന്റെ മുകളിലുള്ള സർവ്വവും നാശങ്ങളും മാറി പോവാണ്. പിന്നെ അത് നല്ലൊരു അവസ്ഥയിലാണ് നമ്മളെ കൂടെ വരുന്നത്. അപ്പൊ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ആളുകളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമോ അത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഓരോരോ അവസ്ഥ കയറിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് വരെ ഇതിനു വേണ്ടി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നവരെ ആ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പം എന്റെ നേരെ നിന്നും കഴിഞ്ഞിട്ട് ഒരാൾ അക്രമാവസ്ഥയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ അനുഭവമുള്ള ആളാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്ക് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം, അതായത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം മുതൽ ഞാൻ ഫുള്ളി എപ്പോഴും പോസിറ്റീവാണ്. കാരണം ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. മനസ്സിലായോ? എനിക്ക് സങ്കടങ്ങൾ വളരെ കുറവാണ്. ഇനി സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ആ വിളക്കിന്റെ മുന്നേ പോയിരുന്നു എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ.
എൻ്റെ സങ്കടങ്ങൾ മാറും. ഇത് ഏത് തരത്തിലുള്ള മൂർത്തികളാണ് ഉപാസിക്കുന്നത്? ഞാനിപ്പം എന്താ പറയാ, കുറേ മൂർത്തിഭാവങ്ങളെ ഒരുപോലെ കൊണ്ടു നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് പലരും പ്രശ്നവശാൽ നോക്കിയിട്ട് അതുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉഗ്രമൂർത്തികളാണ്. ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തഭാവത്തിലിരിക്കുന്നവനെ തോണ്ടാൻ എന്തായാലും ആള് പോകും. ഉഗ്രഭാവത്തിലാകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. നിങ്ങളിപ്പം എൻ്റെ മെക്കിട്ട് വരികയാണ്, ശരി എനിക്ക് കാണാട്ടോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നെ തല്ലേണ്ടി വന്നാൽ ഞാൻ തല്ലും, അത് വേറെ കാര്യം. കാരണം എൻ്റെ മെക്കിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവം വന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞു കണ്ട് മാറി നിൽക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എൻ്റെ മെക്കിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് ആരായാലും ഞാനും കൈ പൊന്തിക്കും. കാരണം 2 കിട്ടിയിട്ട് മിണ്ടാതെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയുള്ള ഏർപ്പാടല്ലാതോ. പക്ഷെ ഒരു സ്പിരിച്വൽ ഹീലർ ആകുമ്പോൾ നമ്മൾ കുറെ കൂടെ മയപ്പെടേണ്ടതില്ലേ? എന്തുകൊണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എവിടെയും പഠിച്ചതല്ല. എനിക്കൊരാൾ പഠിപ്പിച്ചു തന്നതാണെങ്കിൽ എനിക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയേണ്ടതുള്ളൂ. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റമാണ്. എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പലയിടത്തും അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്, പല ഭാഗങ്ങളിലും ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? അപ്പൊ ഇതിന്റെ രീതി ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ആ രീതിയിൽ പോയാൽ മതിയല്ലോ. ഒരു ദേവതയെ ആവാഹിച്ച് ഇരുത്തണം, അതായത് ഒരു പൂജ കൊടുത്ത് ഇരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പലരും ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമുണ്ട്. എനിക്ക് ആ പരിപാടികളൊന്നുമില്ല. എനിക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യം നൊയമ്പുകളില്ല, വ്രതങ്ങളില്ല, അതൊക്കെ വളരെ കുറവാണ്. ഇനി എൻ്റെ വ്രതങ്ങളാണെങ്കിലോ മറ്റുള്ളവർ മാതിരി ഭക്ഷണം കഴിക്കാം എന്നുള്ളതല്ല, ഭക്ഷണം കഴിക്കില്ല. അത് തന്നെ എൻ്റെ വ്രതം. ഭക്ഷണം കഴിക്കാതെ തന്നെ ഞാൻ കുറെ മുന്നോട്ട് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 41 ദിവസം വരെ ഞാൻ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതെ. ഭക്ഷണം കഴിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാതെ എന്നല്ല, വെള്ളം കഴിക്കും, അതിന് പുറമെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും അതും കഴിക്കും. എന്നാൽ എൻ്റെ തടിക്ക് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആ ഒരു രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിനു ശേഷം എനിക്ക് ഉള്ളത് പറയുന്നതിന് സന്തോഷം തന്നെ ഈ നേരം വരെ ഉണ്ടായിട്ടുള്ളൂ. ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിച്ചു കൊടുക്കേണ്ടത്? അതിനെന്തെങ്കിലും മാനദണ്ഡം? അത് പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്കത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ, നിങ്ങളിപ്പോൾ ഒരു 2 വീലർ മെക്കാനിക്കാണ്, എൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്നെ ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ പോയി നോക്കുക തന്നെ വേണം. അത് അതിലേക്ക് ഇറങ്ങി തന്നാൽ അത് എന്താണ് അതിന്റെ കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് വരാനുണ്ടായ കാരണം, ആ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ, മുൻകരുതലുകൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കല്ലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളൊരു നല്ല മെക്കാനിക്കാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എന്റെയും രീതി അത് തന്നെയാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ മാത്രമേ എനിക്കത് നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരാളെ ഞാൻ വെറുതെ പറയാണ് അത് ഇന്ന പോലെ ചെയ്താൽ മതി, അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് അത് മാറിയില്ലെങ്കിൽ ഞാൻ കള്ളനാവുകയാണ് അല്ലേ? ഈ കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ നേടിയിട്ടുള്ളത് നല്ല പേരാണ്. അത് അയാളുടെ അടുത്ത് പോയാൽ കാര്യം നടക്കും എന്ന് പറയുന്ന ആളുകളാണ് എൻ്റെ അടുത്ത് വന്നതിൽ 90%. വാമൊഴിയിലൂടെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഈ വീഡിയോ, അതായത് ABC ആണ് ഞാൻ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇവിടുന്ന് വേറെ ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ മറ്റേത് ABC എന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ അറിയപ്പെടണം, ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറഞ്ഞിട്ടാണ് ABC-ലേക്ക് എനിക്ക് എന്നെ ഫോൺ നമ്പർ കൊടുക്കുന്നത്. ABC-ന്ന് വിളിക്കുമ്പോഴാണ് ഞാനും ആകെ കുമ്പുന്നത്. കാരണം ഞാനത് പരസ്യം ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ അതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഞാനൊന്നും അല്ല എന്ന് വാദിക്കാനും അത് പ്രചരിപ്പിക്കാനും അവർ ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കേൾക്കാൻ ആളുകൾ കൂടുതലുണ്ട് അല്ലേ? അപ്പം എന്നെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ എൻ്റെ നാട്ടുകാർ തന്നെ ഇരുന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതല്ല, കാരണം ആ വ്യക്തി പണ്ട് ജീവിച്ച ആ ഒരു ചുറ്റുപാടിലല്ല അയാൾ ജീവിക്കുന്നത്. അയാൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ അതിന് ഒരു പരസ്യം വേണം എന്നുള്ളൊരു അവസ്ഥയിലും കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഞാൻ കള്ളനാണ്, ഞാൻ മോശക്കാരനാണ് എന്ന് പറയുന്ന എൻ്റെ റിലേറ്റീവ്സിന്റെ മുന്നിൽ അങ്ങനെയല്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞാൻ ഈ പരിപാടിക്ക്. കാരണം ഇവര് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു വാക്കല്ല അവരുടെ ഒന്നും ഭാഗത്തുനിന്ന് വരുന്നത്.